Good morning to all. Today we discussed about frequently used scaling techniques. അതായത് നമ്മൾ സ്കെയിലിംഗ് ടെക്നിക്സിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നതിൽ നമ്മൾ ഫസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിലിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ സ്കെയിലിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റേറ്റിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റിംഗ് മീൻസ് മെഷറിംഗ് ആൻഡ് ആട്രിബ്യൂട്ട് ബൈ ജഡ്ജ് ഇൻ റേഞ്ച്. ദാറ്റ് മീൻസ് അതായത് ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ ആട്രിബ്യൂട്ട്സിനെ മെഷർ ചെയ്യുന്നതിനെ പറയുന്നതാണ് റേറ്റിംഗ് എന്ന്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡ്ജ്മെൻറ്റിൻ്റെ റേഞ്ചിൽ ആറ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ മെഷർ ചെയ്യുന്നതിനെ പറയുന്നതാണ് റേറ്റിംഗ് എന്ന്. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിന് കുറേ റേറ്റിംഗ് കൊടുക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഏത് ടീച്ചറാണ് കൂടുതൽ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ടീച്ചർക്ക് നിങ്ങൾ ചിലപ്പോൾ 5 പോയിൻറ്റ് സ്കെയിൽ കൊടുക്കും. അതിലും ഇതായിട്ട് തോന്നുന്നത് നിങ്ങൾ 4 കൊടുക്കും, പിന്നെ 3 കൊടുക്കും. അതാണ് പറഞ്ഞ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ നിങ്ങൾ ഒരു റേറ്റിംഗ് കൊടുക്കുക ടീച്ചർക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റുഡൻസിൻ്റെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ 5 റേറ്റിംഗ് കൊടുക്കാം. അതിലും ആവറേജ് ഉള്ളവർക്ക് വേണമെങ്കിൽ 4 കൊടുക്കാം. അങ്ങനെ ഓരോ റേറ്റിംഗ്. അതാണ് പറയുന്നത് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് നമ്മളൊരു റേറ്റ് അല്ലെങ്കിൽ റേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക. അതിനെ പറയുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന്. റേറ്റിംഗ് സ്കെയിലിന് നമ്മൾ വീണ്ടും 7 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഡിക്ടോണമസ് സ്കെയിൽ, കാറ്റഗറി സ്കെയിൽ, ലിക്കേർഡ് സ്കെയിൽ, സെമാൻറ്റിക് സ്കെയിൽ, ന്യൂമറിക്കൽ സ്കെയിൽ, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ആൻഡ് ഫിക്സഡ് സ്കെയിൽ. ഈ റേറ്റിംഗ് സ്കെയിലിൽ നിങ്ങൾ ഒരുപാട് കാര്യം മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇന്ന റേറ്റിംഗ് സ്കെയിലാണെന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ആ ഒരു റേറ്റിംഗ് സ്കെയിൽ വരുന്ന ഓരോ കാറ്റഗറീസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഡിക്ടോണമസ് സ്കെയിൽ. ഡിക്ടോണമസ് സ്കെയിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യനെയറിൽ അങ്ങനത്തേലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് അതിൻ്റെ അത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ ആൻസേഴ്സ് ആയിരിക്കും. നിങ്ങൾ അതിന് ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നത് യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും നിങ്ങൾ ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തോ? യെസ് ഓർ നോ. അപ്പോൾ അറ്റൻഡ് ചെയ്തവർക്ക് യെസ് കൊടുക്കുക, അല്ലാത്തവർക്ക് നോ കൊടുക്കുക. അതാണ് നമ്മുടെ ആൻസർ. ഒന്നില്ലെങ്കിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ഡിക്ടോണമസ് സ്കെയിൽ ഈസ് യൂസ്ഡ് ടു ഡ്രോ ഔട്ട് യെസ് ഓർ നോ ആൻസേഴ്സ്. അപ്പോൾ അതിനാണ് ഡിക്ടോണമസ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് കാറ്റഗറി സ്കെയിൽ. കാറ്റഗറി സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്കെയിൽ യൂസസ് മൾട്ടിപ്പിൾ ഐറ്റംസ് ടു ഡ്രോ ഔട്ട് എ സിംഗിൾ റെസ്പോൺസ്. അതായത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരും, അതിൻ്റെ അകത്ത് ഒരു സിംഗിൾ വൺ നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് പറയുന്നതാണ് കാറ്റഗറി സ്കെയിലിന്. ഇപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ തരാണ്, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിനിപ്പോൾ ചിലപ്പോൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യും. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് തന്നിട്ട് നമ്മൾ അതിൻ്റെ അന്ന് ഒരു സിംഗിൾ റെസ്പോൺസ് സെലക്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് കാറ്റഗറി സ്കെയിൽ എന്ന്. നെക്സ്റ്റ് വരുന്നതാണ് ലിക്കേർഡ് സ്കെയിൽ. ലിക്കേർഡ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻസിസ് ലിക്കേർഡ് ഡെവലപ്പ് ചെയ്ത ഇതാണ് ലിക്കേർഡ് സ്കെയിൽ. അതുകൊണ്ടാണ് അതിനെ ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് റെൻസിസ് ലിക്കേർഡ് ഡെവലപ്ഡ് എ സെമാറ്റിക് റേറ്റിംഗ് സ്കെയിൽ ബേസ്ഡ് ഓൺ ഐറ്റം അനാലിസിസ്. അതായത് ഐറ്റം അനാലിസിസിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് ഇത് മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാം ഇറ്റ് ഈസ് എക്സ്ട്രീംലി പോപ്പുലർ ഇൻ മെഷറിങ് ദ ആറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ലിക്കേർഡ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ടു അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ടീച്ചിങ്ങിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് കൊടുക്കാം. ഹൈലി സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, മീഡിയം, അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ലെവൽ പറയാം. അങ്ങനെ ഹൈലി ഡിസാറ്റിസ്ഫൈഡ് നമ്മൾ അങ്ങനെ 5 റേറ്റിംഗ് കൊടുത്തു. അതിൻ്റെ അന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? 5 കൊടുക്കും. സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ 4 കൊടുക്കും. അതാണ് പറഞ്ഞ ലിക്കേർഡ് സ്കെയിലിന്. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ മെയിൻലി ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അതിന് പറയുന്നതാണ് ലിക്കേർഡ് സ്കെയിൽ. അപ്പോൾ ലിക്കേർഡ് സ്കെയിൽ ഈസ് എക്സ്ട്രീംലി പോപ്പുലർ ഫോർ മെഷറിംഗ് ദ ആറ്റിറ്റ്യൂഡ് ബിക്കോസ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ക്വൈറ്റ്ലി സിമ്പിൾ ടു അഡ്മിനിസ്ട്രേറ്റ്.
അപ്പോൾ അതാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് ലിക്കേർഡ് സ്കെയിലിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലിക്കേർഡ് സ്കെയിലിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിസർച്ചർ ഷുഡ് കളക്ട് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ റെലവൻറ്റ് ടു ദ ആറ്റിറ്റ്യൂഡ് ബീയിങ് സ്റ്റഡീഡ്. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ കളക്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റിൽ പറയുന്നത് കളക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്കത് വേഡിങ് നടത്താം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേഡിങ് ആണ്. വേഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേനെ ഒരു സെൻറ്റൻസ് ഫോമിലേക്ക് ഫോം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസിനെ ഒരു സെൻറ്റൻസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് വേഡിങ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഫോമിങ് സെൻറ്റൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വേഡിങ് നമ്മൾ നടത്തുമ്പോൾ അതെങ്ങനെയായിരിക്കണം? കോംപ്ലക്സ് സെൻറ്റൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, അംബീഷ്യസ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ ലോങ് ആയിട്ടുള്ള വേർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഈ വേഡിങ്ങിൽ യൂസ് ചെയ്യാൻ പാടില്ല. വേഡിങ് എപ്പോഴും എങ്ങനെയായിരിക്കണം? സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് പൈലറ്റ് സ്റ്റഡി. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് വരുന്നതാണ് പൈലറ്റ് സ്റ്റഡി. പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഫ്റ്റർ ദ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു അഡ്മിനിസ്ട്രേറ്റ് ദ ട്രയൽ ടെസ്റ്റ്. അതായത് നമ്മളൊരു ട്രയൽ ടെസ്റ്റ് നടത്താം. പൈലറ്റ് സ്റ്റഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ട്രയലായിട്ട് നമ്മളതൊന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനെ പറയുന്നതാണ് പൈലറ്റ് സ്റ്റഡി എന്ന്. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫൈനൽ സ്കെയിൽ ഷുഡ് ബി ഡൺ ഓൺ ദ ബേസിസ് ഓഫ് പൈലറ്റ് സ്റ്റഡി. അതിൻ്റെ അകത്ത് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പൈലറ്റ് സ്റ്റഡിയിലാണ്. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ കുറിച്ച് നമ്മളൊരു ട്രയൽ നടത്താം. അതാണ് പൈലറ്റ് സ്റ്റഡിയിൽ വരുന്നത്. നെക്സ്റ്റ് സ്ക്രൂട്ടിനി ആൻഡ് എഡിറ്റിംഗ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കളക്ട് ചെയ്യുക. അതിനെ പറയുന്നതാണ് സ്ക്രൂട്ടിനി. അനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അൺറെലവൻ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അതിനെ പറയുന്നതാണ് സ്ക്രൂട്ടിനി ആൻഡ് എഡിറ്റിങ്ങിൽ പറയുന്നത്. ലാസ്റ്റ് ഈസ് ഫൈനൽ സെലക്ഷൻ. ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദ ടൈം ദ ഫൈനൽ സെലക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് മസ്റ്റ് ബി എൻഷുർ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ദ ഹോൾ യൂണിവേഴ്സ്. അതായത് ഫൈനൽ സെലക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഹോൾ യൂണിവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതാണ് ഫൈനൽ സെലക്ഷനിൽ പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്റ്റിംഗ് ലിക്കേർഡ് സ്കെയിലിൽ ഫസ്റ്റ് വൺ പറയുന്നത് കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് വേഡിങ്, തേർഡ് വൺ ഈസ് പൈലറ്റ് സ്റ്റഡി, ഫോർത്ത് വൺ ഈസ് സ്ക്രൂട്ടിനി ആൻഡ് എഡിറ്റിംഗ്, ലാസ്റ്റ് വൺ ഈസ് ഫൈനൽ സെലക്ഷൻ. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ലിക്കേർഡ് സ്കെയിൽ. ദെൻ നമുക്ക് എന്തൊക്കെയാണ് ലിക്കേർഡ് സ്കെയിലിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം ഇറ്റ് ഈസി ടു കൺസ്ട്രക്ട്. സെക്കൻഡ് നമുക്ക് പറയാം ഇറ്റ് ഈസ് മോർ റിലയബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് പറയാം ആറ്റിറ്റ്യൂഡ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി എന്താണ് സ്റ്റഡി ചെയ്യുന്നത്? ആറ്റിറ്റ്യൂഡാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പം ഇറ്റ് മെയിൻലി സ്റ്റഡീഡ് ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് നമുക്ക് പറയാം ഇറ്റ് ക്യാൻ ബി ഈസിലി ബി യൂസ്ഡ് ഇൻ റെസ്പോണ്ടൻറ്റ് സെൻറ്റർഡ് ആൻഡ് സിമുലേറ്റഡ് സെൻറ്റർഡ് സ്റ്റഡീസ്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി നോക്കുകയാണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിൻ്റെ ആൻസേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ മെയിൻലി സ്റ്റഡി ചെയ്യുന്നത്. അതായത് അവരുടെ സ്റ്റിമുലസ് എന്താണ്, അതായത് അവർ ഒരു കാര്യത്തിനെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ മെയിൻലി ലിക്കേർഡ് സ്കെയിലിൽ പഠിക്കുന്നത്. പിന്നെ നമുക്ക് പറയാം ഇത് ലെസ് ടൈം റിക്വേർഡ് പ്രോസസ്സാണ്. അപ്പോൾ മെറിറ്റ്സ് പറയുന്നത് ഇറ്റ് ഈസി ടു കൺസ്ട്രക്റ്റ് ആണ്, അതേപോലെ തന്നെ മോർ റിലയബിൾ ആണ്, അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡാണ് ഇതിൻ്റെ അത് സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാം ലെസ് ടൈം റിക്വയർഡ് ആണ്, അതേപോലെ തന്നെ ഇറ്റ് മെയിൻലി യൂസ്ഡ് ഇൻ റെസ്പോൺസ്. അതാണ് മെയിൻ മെറിറ്റ്സ് പറയുന്നത്. നെക്സ്റ്റ് കുറച്ച് ഡീമെറിറ്റ്സ് പറയുന്നുണ്ട്. ഡീമെറിറ്റ്സിൽ പറയുന്നത് ഫസ്റ്റ് പറയുന്നത് ദ ടോട്ടൽ സ്കോർ ഓഫ് ഇൻഡിവിജ്വൽ റെസ്പോണ്ടൻറ്റ് ഹാസ് എ ലിറ്റിൽ ക്ലിയർ. അതായത് നമുക്ക് റെസ്പോണ്ടൻസിൻ്റെ ടോട്ടൽ സ്കോർ എത്രയാണെന്ന് ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അതേപോലെ തന്നെ റിസർച്ച് ഏബിൾ ടു എക്സാമിൻ വെദർ ദ റെസ്പോണ്ടൻസ് ആർ മോർ ഓർ ലെസ് ഫേവറബിൾ ടു ദ ടോപ്പിക്. അതായത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് അവർക്ക് കൊടുത്തു, അപ്പോൾ റെസ്പോണ്ടൻ്റ് അല്ലെങ്കിൽ റിസർച്ചർ അറിഞ്ഞിരിക്കണം ആ റെസ്പോണ്ടൻ്റ് അത് ആൻസർ ചെയ്യാൻ വില്ലിങ് ആണോ അല്ലെങ്കിൽ ആൾക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടോ എന്നുള്ള കാര്യം റെസ്പോണ്ടൻ്റ് അറിഞ്ഞിരിക്കണം.
അപ്പോൾ അതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ റിസർച്ചർ അറിഞ്ഞിരിക്കണം നമ്മുടെ റെസ്പോണ്ടൻസ് അതിന് ആൻസർ ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിൾ ആണോ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണോ നമ്മൾ റെസ്പോണ്ടൻറ്റിന് കൊടുക്കണേ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് പറയാം ദർ ഇസ് നോ ബേസിസ് ഓൺ ബിലീവ്. അതായത് ഇതിൻ്റെ അകത്തൊരു ബിലീവിൻ്റെ ബേസിസിലൊന്നല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് അവരോട് സെലക്ട് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ റേറ്റിംഗ് സ്കെയിൽ വരുന്ന നെക്സ്റ്റ് കാറ്റഗറിയാണ് സെമാൻറ്റിക് സ്കെയിൽ. സെമാൻറ്റിക് സ്കെയിൽ ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ് ഓഫ് വേർഡ് റാദർ ദാൻ നമ്പേഴ്സ്. അതായത് സെമാൻറ്റിക് സ്കെയിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വേർഡ്സിനാണ്. അതായത് നമ്മുടെ റെസ്പോണ്ടൻറ്റിൻ്റെ ഫീലിങ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെമാൻറ്റിക് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്ര നേരം നോർമലി നമ്മൾ കണ്ടിരുന്നത് നമ്മൾ റെസ്പോണ്ടൻസിൻ്റെ റെസ്പോൺസ് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്തിരുന്നത് നമ്പേഴ്സിലായിരുന്നു. ഇൻ കേസ് ഓഫ് സെമാൻറ്റിക് സ്കെയിലിലാണെന്നുണ്ടെങ്കിൽ വേർഡ്സിനാണ് ഇതിൻ്റെ അകത്ത് പ്രാധാന്യം നൽകുന്നത്. അതായത് റെസ്പോണ്ടൻറ്റ് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. അതായത് റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് കാണിക്കുകയാണ് സെമാൻറ്റിക് സ്കെയിൽ വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയാം നമുക്ക് റെസ്പോണ്ടൻറ്റ് ഡിസ്ക്രൈബ് ദെയർ ഫീലിങ്സ് അബൌട്ട് ദ പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് ഓർ എനി ടോപ്പിക് വി ആർ ഗിവൺ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ വേർഡ്സ് റാദർ ദാൻ നമ്പേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡാണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. അവർക്ക് റെസ്പോണ്ടൻസിന് അവരുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒന്നാണ് സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ സെമാൻറ്റിക് സ്കെയിലിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. സെമാൻറ്റിക് സ്കെയിലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ദ ആട്രിബ്യൂട്ട്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസൈഡ് ദ നമ്പേഴ്സ് ഓൺ ഡിസ്ക്രിപ്റ്റീവ് ഫേസസ്. അതായത് നമ്മുടെ നമ്പേഴ്സിന് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഫേസിലേക്ക് അതായത് എന്താണ് വേർഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റിനെയർ കൺസ്ട്രക്ട് ചെയ്യുക, ഡിസൈൻ എ ക്വസ്റ്റിനെയർ, ദെൻ ഗീവ് ക്വസ്റ്റ്യൻസ് ടു ദ റെസ്പോണ്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റിനെയർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോണ്ടൻസിന് നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ അവരുടെ ആവറേജ് സ്കോർ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് സെമാൻറ്റിക് സ്കെയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആട്രിബ്യൂട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പേഴ്സിനെ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യും. ആ ക്വസ്റ്റിനെയർ ഡിസൈൻ ചെയ്ത് നമ്മൾ ആർക്ക് കൊടുക്കും, റെസ്പോണ്ടൻസിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് അതിൻ്റെ റെസ്പോൺസ് നമ്മൾ കളക്ട് ചെയ്യും. ലാസ്റ്റ് നമ്മൾ ആ കളക്ട് ചെയ്ത റെസ്പോൺസിൻ്റെ ഒരു ആവറേജ് സ്കോർ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ അതാണ് സെമാൻറ്റിക് സ്കെയിലിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ. ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ദ റെസ്പോണ്ടൻസ് ആർ പ്രൊവൈഡ് വിത്ത് എ സ്കെയിൽ ഹാവിങ് നമ്പേഴ്സ് ആൻഡ് ഓർ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കാറ്റഗറി. അതായത് നമ്മൾ റെസ്പോണ്ടൻസിന് ഒരു സ്കെയിൽ പ്രൊവൈഡ് ചെയ്യും. സ്കെയിലിൽ എന്തുണ്ടായിരിക്കും, നമ്പേഴ്സ് ഉണ്ടായിരിക്കും. നമ്പേഴ്സിൻ്റെ ഒപ്പം തന്നെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും കൂടിയും അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ആ കാറ്റഗറിയിൽ വരുന്നതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും കൂടിയും പ്രൊവൈഡ് ചെയ്യും. അതാണ് നമ്മുടെ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോണ്ടൻസിന് അതിൻ്റെ നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നുള്ളതും സെലക്ട് ചെയ്യാനായിട്ടൊരു ഈസിനെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റെസ്പോണ്ടൻസ് ആർ പ്രൊവൈഡ് വിത്ത് എ സ്കെയിൽ ഹാവിങ് നമ്പേഴ്സ് ആൻഡ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കാറ്റഗറി. ഓരോ കാറ്റഗറിക്കും നമ്പേഴ്സിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ന്യൂമറിക്കൽ സ്കെയിൽ. ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് സിമിലർ ടു സെമാൻറ്റിക് സ്കെയിലാണ്. സെമാൻറ്റിക് സ്കെയിൽ നമ്മൾ പറഞ്ഞു മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇത് ഏകദേശം അതേപോലെ തന്നെ സിമിലർ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഇസ് സിമിലർ ടു സെമാൻറ്റിക് ഡിഫറൻസ് സ്കെയിൽ. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് നമ്പേഴ്സ് ഓൺ 5 points or 7 points scales are provided with bipolar adjective and both ends. This is also an interval scale. അതായത് ഇതൊരു ഇൻ്റർവെൽ സ്കെയിലിൻ്റെ ബേസിസിലാണ് പോണേന്ന്. അതായത് ഇപ്പോൾ ഒന്നാണ് അതിൻ്റെ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത് 5, 4, 3, 2, 1 എന്ന് വരും. ഇൻ കേസ് ഓഫ് ഒരു ഇൻ്റർവെല്ലിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ 2 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്കെയിൽ പോകും, 10, 8, 6, 4, 2, 0 അങ്ങനെ പോകും. അതാണ്
ന്യൂമറിക്കൽ സ്കെയിൽ പറയുന്നത്. അതൊരു ഇൻ്റർവെൽ സ്കെയിൽ ഫോളോ ചെയ്തിട്ടാണ് പോവുക. ഇറ്റ് ഈസ് ഓൾസോ സിമിലർ ടു സെമാൻറ്റിക് സ്കെയിൽ. നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രാഫിക് സ്കെയിൽ. ഗ്രാഫിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദിസ് ഈസ് കോമൺലി ആൻഡ് സിമ്പിൾ ഫോം ടു യൂസ്. എ ഗ്രാഫിക്കൽ സ്കെയിൽ ഹെൽപ്സ് ദ റെസ്പോണ്ടൻറ്റ് ടു മാർക്ക് ദ സ്കെയിൽ ദെയർ ആൻസേഴ്സ് to a particular question, placing a mark on appropriate point on a type. That means ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എംബ്ലംസോ കൊടുക്കുക. ആ എംബ്ലംസ് നോക്കിയിട്ട് റെസ്പോണ്ടൻസിന് ആൻസർ ചെയ്യാം. അതാണ് ഗ്രാഫിക്കൽ റേറ്റിംഗ് സ്കെയിൽ പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന മാനറിലായിരിക്കും ഗ്രാഫിക്കൽ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഇത് കോമൺലി ആൻഡ് സിമ്പിൾ ടു യൂസ് ആവുന്നത്. അതായത് റെസ്പോണ്ടൻറ്റ് മനസ്സിലാവാനായിട്ട് സ്കെയിൽ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും എംബ്ലംസ്, സിമ്പിൾസ്, ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അതാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കോൺസ്റ്റൻറ്റ് റേറ്റിംഗ് സ്കെയിൽ. കോൺസ്റ്റൻറ്റ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് എ ഗീവൺ നമ്പർ ഓഫ് പോയിൻറ്റ് അക്രോസ് വേരിയസ് ഐറ്റംസ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ടൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും കുറച്ച് നമ്പേഴ്സ്, കുറേ ഐറ്റത്തിൽ നിന്ന് കുറച്ച് നമ്പേഴ്സ് റെസ്പോണ്ടൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ഫിക്സഡ്. അതായത് ഇപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ നമ്മുടെ റെസ്പോണ്ടൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ഫിക്സ് ചെയ്തിട്ട് ആ നമ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ റെസ്പോണ്ടൻസിന് കൊടുക്കുക. അതാണ് ഫിക്സഡ് റേറ്റിംഗ് സ്കെയിലിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിലിൻ്റെ 7 കാറ്റഗറീസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് റാങ്കിങ് സ്കെയിൽസ്. റാങ്കിങ് സ്കെയിൽ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക്. നെക്സ്റ്റ് റാങ്കിങ് സ്കെയിൽ. റാങ്കിങ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്കെയിൽസ് ആർ യൂസ്ഡ് ടു ടാപ്പ് പ്രിഫറൻസ് ബിറ്റ്വീൻ 2 or more എമംഗ് ഒബ്ജക്റ്റീവ്സ് ഓർ ഐറ്റംസ്. റാങ്കിങ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രിഫറൻസസ് ആണ് നോക്കുന്നത്. 2 അതിലധികമോ ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രിഫറൻസസ് ആണ് നമ്മൾ മെയിൻലി റാങ്കിങ് സ്കെയിലിൽ നോക്കുന്നത്. അപ്പോൾ റാങ്കിങ് സ്കെയിൽസ് ആർ യൂസ്ഡ് ടു ടാപ്പ് പ്രിഫറൻസസ് ബിറ്റ്വീൻ 2 or എമംഗ് മോർ ഒബ്ജക്റ്റീവ്സ് ഓർ ഐറ്റംസ്. അതായത് 2 അതിലധികമോ ഐറ്റമിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രിഫറൻസസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റാങ്കിങ് സ്കെയിൽ. The ranking scale can be classified into 3 types: paired comparison, comparative scale and non-comparative scale. The first one is comparative scale. That means the respondents can express his attitude by making a choice between 2 objectives. അതായത് നമുക്ക് റെസ്പോണ്ടൻസിന് അവരുടെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചോയ്സസ് ഉണ്ടായിരിക്കും. 2 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് അവർക്ക് റെസ്പോണ്ടൻസിന് അവരുടെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞ ഡിക്ടോണമസ് സ്കെയിൽ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഏകദേശം വരുന്നത്. ഇപ്പോൾ 2 ഒബ്ജക്റ്റീവ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അന്ന് ഏതാണോ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പെയർഡ് കമ്പാരിസണിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കമ്പാരിറ്റീവ് സ്കെയിൽ. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് എ ബെഞ്ച് മാർക്ക് ഓർ പോയിൻറ്റ് പ്രിഫറൻസസ് ആസ് എസ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ കറണ്ട് ഒബ്ജക്റ്റ് ഈവൻ ആൻഡ് സിറ്റുവേഷൻ അണ്ടർ ദ സ്റ്റഡി. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുകയാണ്. നമ്മുടെ കറൻറ്റ് ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. കറൻറ്റ് സിറ്റുവേഷനിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് കമ്പാരിറ്റീവ് സ്കെയിൽ നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് നോൺ കമ്പാരിറ്റീവ് സ്കെയിൽ. നോൺ കമ്പാരിറ്റീവ് സ്കെയിൽ വരുന്നതാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ, സെമാൻറ്റിക് സ്കെയിൽ, ലിക്വിഡ് സ്കെയിൽ. ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നോൺ കമ്പാരിറ്റീവ് സ്കെയിൽ വരുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ, ലിക്വിഡ് സ്കെയിൽ ആൻഡ് സെമാറ്റിക് ഡിഫറൻസ് സ്കെയിൽ. അപ്പോൾ ഇത്രയാണ് റാങ്കിങ് സ്കെയിൽസിൽ വരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 4th ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് നമ്മുടെ 2nd മോഡ്യൂൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. 5th ചാപ്റ്ററാണ്, ഡാറ്റ കളക്ഷൻ ആണ്. ചാപ്റ്ററിൻ്റെ പേര് ഡാറ്റ കളക്ഷൻ. നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.